നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് തിരിച്ചടി. സൂക്ഷ്മ പരിശോധനയിൽ സാന്ദ്രയുടെ പത്രിക തള്ളി. റിട്ടേണിംഗ് ഓഫീസർ 3 സിനിമകൾ നിർമ്മിച്ചെന്ന രേഖ ഹാജരാക്കാത്തതിന്റെ പേരിൽ തടസ്സവാദം ഉന്നയിക്കുകയായിരുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്കിടെ നാടകീയ രംഗങ്ങളാണ് KFPA ഓഫീസിൽ അരങ്ങേറിയത്. ബൈലോ പ്രകാരം ഇല്ലാത്ത വ്യവസ്ഥകളാണെന്നും നിർമ്മാതാക്കളുടെ ഗുണ്ടായിസമാണ് നടക്കുന്നതെന്നും സാന്ദ്ര പ്രതികരിച്ചു. ബൈലോ പ്രകാരം 23ാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ ആണെന്നുണ്ട്. അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ഒരു ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ്. ആസിഫ് മുഹമ്മദ് നൽകും കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ. ആസിഫ്, ഏതായാലും നിയമപരമായി നീങ്ങാൻ തന്നെയാണല്ലോ സാന്ദ്രയുടെ തീരുമാനം. എങ്ങനെയാണ് വിവരങ്ങൾ? സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിലാണ് വലിയ തർക്കങ്ങൾക്ക് ഇടയായത്. തർക്കങ്ങൾക്കൊടുവിൽ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളുകയും ചെയ്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഒഴികെയുള്ള ഭാരവാഹികളായി മത്സരിക്കുന്നവർ ആ പത്രികയോടൊപ്പം 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാകേണ്ടത്. അതിൽ സാന്ദ്ര തോമസ് സമർപ്പിച്ച ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടായിരുന്നു ഭരണാധികാരിക്കുണ്ടായിരുന്നത്. സാന്ദ്ര തോമസ് പ്രൊഡക്ഷന്റെ കീഴിലുള്ള 2 സെൻസർ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഫ്രൈഡേ ഫിലിംസിന്റെ പേരിലുള്ള ഒരു സെൻസർ സർട്ടിഫിക്കറ്റുമാണ് സാന്ദ്ര സമർപ്പിച്ചത്. എന്നാൽ ഫ്രൈഡേ ഫിലിംസ് ഹൗസുമായി ഇപ്പോൾ സാന്ദ്രയ്ക്ക് ബന്ധമില്ലാത്തതിനാൽ ആ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഭരണാധികാരി എടുത്തത്. എന്നാൽ സാന്ദ്ര ഇതിനെ ചോദ്യം ചെയ്തു. കാരണം നിയമാവലി അനുസരിച്ച് 3 സെൻസർ സർട്ടിഫിക്കറ്റുകൾ, അതായത് പത്രിക സമർപ്പിക്കുന്ന ആളുടെ പേരിലുള്ള 3 സെൻസർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് മാത്രമാണ് നിയമാവലി ഉള്ളത്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ടും ഈ ഭാരവാഹികളായി മത്സരിക്കുന്നവരോ മറ്റാരെങ്കിലും ഈ ഒരു ആക്ഷേപം പോലും ഉന്നയിക്കുന്നതിന് മുമ്പ് ഭരണാധികാരി തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചത് അത് മനഃപൂർവ്വം നിലവിലുള്ള ഭാരവാഹികളുമായി ചേർന്ന് തന്റെ പട്ടിക തള്ളാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് സാന്ദ്ര ആരോപിച്ചു. അതിനുശേഷം വലിയ രീതിയിൽ തർക്കം നീണ്ടുപോകുന്നതിലേക്ക് കാര്യങ്ങളെത്തി. നിലവിലെ ഭാരവാഹികൾക്ക് വേണ്ടിയാണ് ഭരണാധികാരി പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് സാന്ദ്ര തോമസ് പ്രതിഷേധം ശക്തമാക്കിയതോടുകൂടി മക്കളായ സുരേഷ് കുമാർ അടക്കമുള്ളവർ, സിയാദ് കൊക്കർ അടക്കമുള്ളവർ പിന്നീട് സാന്ദ്രയ്ക്കെതിരെ രംഗത്തെത്തുകയും അവിടെ തർക്കം നീണ്ടുപോകുന്നതിലേക്കും കാര്യങ്ങളെത്തി. എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും സമർപ്പിച്ച പത്രികകളാണ് തള്ളിയത്. പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്ര സമർപ്പിച്ച പത്രിക, അത് ഒരു സിനിമ മാത്രം നിർമ്മിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്ര സമർപ്പിച്ച പത്രിക ഏതായാലും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിയമപോരാട്ടം തുടരാൻ തന്നെയാണ് സാന്ദ്ര തോമസിന്റെ തീരുമാനം. പത്രിക തള്ളിയ നിലപാടിനെതിരെ കോടതിയെ സമീപിക്കാനും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും എന്തായാലും സാന്ദ്ര തോമസ് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പത്രിക തള്ളാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സാന്ദ്ര തോമസ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു.